ആറ്റോമിക് സ്ട്രക്ചറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നിങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് ക്യാരക്ടർ, വേവ് സ്വഭാവമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അറ്റോമിക് സ്പെക്ട്രം എന്ന് പറഞ്ഞ ഒരു പാഠഭാഗമാണ്. വളരെ പ്രധാനപ്പെട്ട, നിങ്ങളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അറ്റോമിക് സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു ഏരിയ. അതിനു മുമ്പിട്ട് നമുക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം ദൃശ്യപ്രകാശം, നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റ്, ആ വിസിബിൾ ലൈറ്റിനെ അഥവാ ദൃശ്യപ്രകാശത്തെ ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ, ഫിസിക്സ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു പ്രിസം, ഇതൊരു പ്രിസമാണെന്നിരിക്കട്ടെ, ഞാൻ ഇതിലൂടെ ദൃശ്യപ്രകാശത്തെ അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റിനെ, നമ്മുടെ സണ്ണിൽ നിന്ന് കിട്ടുന്ന നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റിനെ ഈ പ്രിസത്തിലൂടെ പാസ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെങ്കിൽ കടത്തിവിടുകയാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കറിയാം വിസിബിൾ ലൈറ്റിൽ 7 കളറുകളുണ്ട്. അതിൻ്റെ ഘടക വർണ്ണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണന്റ് കളേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ഈ വിസിബിൾ ലൈറ്റ് 7 കളറുകളായിട്ട് മാറുന്നു. ഈ ഒരു പ്രതിഭാസം നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ നോക്കുമ്പോൾ നമുക്ക് 7 കളറുകളെ കിട്ടും. അത് യഥാക്രമം ഇങ്ങനെയാണ്: വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ ഇതാണ് വിബ്ജിയോർ എന്ന് പറയും. അപ്പൊ ഈ 7 കളറുകളാണ് നമുക്ക് സൂര്യപ്രകാശത്തെ അല്ലെങ്കിൽ നമ്മുടെ വിസിബിൾ ലൈറ്റിനെ ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് വിബ്ജിയോർ എന്ന് പറയും. നമ്മൾ ഈ വിബ്ജിയോറിനെ അല്ലെങ്കിൽ ഈ 7 കളറുകളെ ഒരു പേപ്പറിൽ പടമായി എടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ മഴവില്ലിന്റെ 7 കളർ പോലെ റെയിൻബോ ഓഫ് കളേഴ്സ് എന്ന് പറയും, അതിനെ നമ്മളൊരു പേപ്പറിൽ രേഖപ്പെടുത്തിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത്. സ്പെക്ട്രം എന്നാണ് ആ ഒരു ചിത്രത്തെ നമ്മൾ വിളിക്കുന്ന പേര്. ഈ സ്പെക്ട്രം വളരെയേറെ പ്രത്യേകതയുള്ള ഒരു സ്പെക്ട്രമാണ്. അപ്പൊ സ്പെക്ട്രം എന്ന് മനസ്സിലാക്കുക. ഈ സ്പെക്ട്രത്തെ നമ്മൾ മറ്റൊരു പേര് കൊണ്ട് വിളിക്കും സോളാർ സ്പെക്ട്രം. അപ്പം ഈ വൈറ്റ് ലൈറ്റിന്റെ അല്ലെങ്കിൽ ദൃശ്യപ്രകാശത്തിന്റെ 7 ഘടകവർണ്ണങ്ങൾ അല്ലെങ്കിൽ ഈ 7 കളറുകളെ, അല്ലെങ്കിൽ നമുക്കറിയാം വിബ്ജിയോർ ആണ്, അതിനെ നമ്മളൊരു പേപ്പറിൽ പടമായി എടുത്താൽ അല്ലെങ്കിൽ ഒരു പിക്ചോറിക്കലായിട്ട് നമ്മളൊരു റെപ്രസെന്റേഷൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മളൊരു സ്പെക്ട്രം എന്ന് പറയുന്നത്. അതിനെ കറക്റ്റായിട്ട് സോളാർ സ്പെക്ട്രം എന്ന് പറയും. സൂര്യപ്രകാശത്തിൽ നിന്ന് അല്ലെങ്കിൽ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സ്പെക്ട്രം ആയതുകൊണ്ടാണ് അതിനെ സോളാർ സ്പെക്ട്രം എന്ന് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ നമ്മൾ മഴവില്ല് കാണുന്ന പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ റെയിൻബോ എങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അതുപോലെയാണ് ഈ സോളാർ സ്പെക്ട്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു പേപ്പറിൽ നമ്മൾ പടമായിട്ട് കാണുന്നതേ ഉള്ളൂ. അതിനെയാണ് നമ്മളൊരു സ്പെക്ട്രം എന്ന് പറയുന്നത്. അത് സണ്ണിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോളാർ സ്പെക്ട്രം എന്ന ഉള്ളൊരു ഇതിലാണ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അപ്പൊ മനസ്സിലാക്കാം, ഈ സോളാർ സ്പെക്ട്രത്തിന്റെ മറ്റ് കുറച്ച് പ്രത്യേകതകളാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും ഘടകവർണ്ണങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കളറുകളെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. വയലറ്റ് കഴിഞ്ഞ് തൊട്ട അടുത്ത ഇതില് ഇൻഡിഗോയാണ്, പിന്നെ ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അവസാനം റെഡിൽ അവസാനിക്കും. നമുക്കറിയാം വയലറ്റിൽ നിന്ന് റെഡിലേക്ക് പോകുന്നതനുസരിച്ച് വേവ് ലെങ്ത് കൂടിക്കൊണ്ടേയിരിക്കുന്നു, ഫ്രീക്വൻസി കുറയുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പഠിച്ചപ്പോൾ നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. വിസിബിൾ ലൈറ്റിന്റെ കേസ് ആ വീഡിയോ ഒന്നും കൂടെ കണ്ട് തിയറി ഒന്നും കൂടെ മനസ്സിലാക്കുക. അപ്പൊ നോക്കാം, ഇവിടെ നമുക്ക് പറയാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കേസാണ്. വയലറ്റ് കളർ കഴിഞ്ഞിട്ട് ഇൻഡിഗോയിലേക്ക് വരുന്നു, അത് കഴിഞ്ഞ് ബ്ലൂവിലേക്ക് വരുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ വയലറ്റ് കഴിഞ്ഞ് ഒരു ഗ്യാപ്പും ഇല്ലാതെയാണ് ഇൻഡിഗോയിലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വയലറ്റ് കഴിഞ്ഞാൽ ഇൻഡിഗോയും വയലറ്റും കൂടെ ചേർന്ന ഒരു മെർജ്ഡ് റീജിയൻ ഈ വയലറ്റിനും ഇൻഡിഗോയ്ക്കും ഇടയ്ക്ക് കാണാം. പിന്നെ തൊട്ടടുത്ത നിമിഷം ഇൻഡിഗോയാണ്. അതൊരു ഇൻഡിഗോ കഴിഞ്ഞിട്ട് ബ്ലൂവിലേക്ക് പോകുമ്പോൾ ഇൻഡിഗോയും ബ്ലൂവും കൂടെ ചേർന്നിട്ട് ഒരു മെർജ്ഡ് ഏരിയ, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ കൂടി കലർന്നിട്ട് ഒരു ഏരിയ ഇൻഡിഗോയ്ക്കും ബ്ലൂവിനും ഇടയ്ക്ക് കാണാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു കളർ മറ്റൊരു കളറിൽ മെർജ് ചെയ്തിരിക്കുകയാണ്, തൊട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർ തമ്മിൽ ഗ്യാപ്പുകൾ, അകലങ്ങളൊന്നുമില്ല. അപ്പൊ മനസ്സിലാക്കണം, വയലറ്റ് മെർജസ് ടു ഇൻഡിഗോ, ഇൻഡിഗോ മെർജസ് ടു ബ്ലൂ, ബ്ലൂ മെർജസ് ടു ഗ്രീൻ, അങ്ങനെയാണ് റെഡ് വരെ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ പറയാം, കളറുകൾക്കിടയിൽ, ആ കളറുകൾക്കിടയിൽ ഗ്യാപ്പുകളൊന്നുമില്ല, അകലങ്ങളില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഈ കിട്ടിയ സോളാർ സ്പെക്ട്രം, ഈ സൺലൈറ്റിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റിൽ നിന്ന് കിട്ടിയ ഈ സോളാർ സ്പെക്ട്രത്തെ നമ്മളൊരു തുടർച്ചയായ സ്പെക്ട്രം എന്നാണ് അവകാശപ്പെടുന്നത്.
അപ്പൊ തുടർച്ചയായ സ്പെക്ട്രം എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്നും പറയുന്നത്. അപ്പൊ നമുക്ക് ഈ സോളാർ സ്പെക്ട്രത്തെ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയാം. ഈ സോളാർ സ്പെക്ട്രത്തെ ഒരു തുടർച്ചയായ സ്പെക്ട്രം അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയാൻ കാരണം ബിക്കോസ് വൺ കളർ മെർജസ് ടു അനദർ, ഒരു കളർ മറ്റൊരു കളറിൽ മെർജ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ വയലറ്റും ഇൻഡിഗോയും തമ്മിൽ ഒരു മെർജഡ് ഏരിയ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലൂവും ഗ്രീനും. അപ്പൊ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ കളറുകളും തമ്മിൽ മെർജിങ് ഉണ്ട്. അപ്പൊ ഒരു കളർ മറ്റൊരു കളറിൽ തൊട്ടുകൊണ്ടാണ് ഈ സ്പെക്ട്രം പോകുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയാം. അപ്പൊ സ്പെക്ട്രമാണ് നമുക്ക് കിട്ടിയത്, അതിനെ നമ്മൾ സോളാർ സ്പെക്ട്രം എന്ന് വിളിക്കുന്നു. ഈ സോളാർ സ്പെക്ട്രത്തെ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നേരത്തെയൊക്കെ ചെറുതായിട്ട് കേട്ടറിവുള്ളതാണ്. നമ്മൾ ഈ സോളാർ സ്പെക്ട്രത്തെ കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സുകളിൽ. എന്നാൽ നമുക്ക് ഇനി ഈ +1 ക്ലാസ്സിൽ അറ്റോമിക് സ്ട്രക്ചറിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോവാണ് നിങ്ങളെ. അപ്പം അവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്കിനി പഠിക്കാനുള്ളത് ആറ്റങ്ങൾ തരുന്ന സ്പെക്ട്രത്തെയാണ്. അറ്റോമിക് സ്പെക്ട്രം എന്നാണ് അത് സിമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ അറ്റോമിക് സ്പെക്ട്രത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അറ്റോമിക് സ്പെക്ട്രം. അപ്പൊ അറ്റോമിക് സ്പെക്ട്രം നമ്മൾ പഠിക്കുന്നതിന് മുമ്പിട്ട് കുറെ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചില ഫണ്ടമെന്റൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അറ്റോമിക് സ്പെക്ട്രത്തിലേക്ക് വരുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കുറെ ആറ്റങ്ങൾ നമുക്ക് തരുന്ന സ്പെക്ട്രത്തെയാണ് അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ അറ്റോമിക് സ്പെക്ട്രം എങ്ങനെയാണ്, എന്താണ് അത്, അതിന്റെ നിർവചനം അല്ലെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ എന്താണ്, എങ്ങനെ അതൊന്ന് മനസ്സിലാക്കാം. നമ്മളിപ്പോ ഇവിടെ പറയുന്നു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അത് മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. നമ്മുടെ മാറ്ററിനകത്ത് നമുക്കറിയാം ആറ്റംസും മോളിക്യൂൾസും ഒക്കെ ഉണ്ട്. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകൾ മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത് മാറ്ററുമായിട്ട് ഉള്ള ഒരു ഇന്ററാക്ഷന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ അറ്റോമിക് സ്പെക്ട്രം. പിന്നെ മോളിക്യൂൾസ് ആണ് സ്പെക്ട്രം തരുന്നെങ്കിൽ അതിനെ മോളിക്കുലർ സ്പെക്ട്രം എന്ന് പറയാം. ഹയർ ക്ലാസ്സുകളിലൊക്കെ നമുക്കത് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന അറ്റോമിക് സ്പെക്ട്രം ആണ്. അപ്പൊ അറ്റോമിക് സ്പെക്ട്രം എന്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ വെൻ മാറ്റർ ഇന്ററാക്ട് വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകളുമായിട്ട് മാറ്റർ ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അറ്റോമിക് സ്പെക്ട്രം ലഭിക്കുന്നത്. ഇനി ആ അറ്റോമിക് സ്പെക്ട്രം ലഭിക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് ആറ്റത്തിന്റെ ചില പ്രത്യേക ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. അവിടെ നമുക്ക് ഈ അറ്റോമിക് സ്പെക്ട്രത്തിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകണം. സ്പെക്ട്രത്തെ നമുക്ക് ഈ അറ്റോമിക് സ്പെക്ട്രത്തിന്റെ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പിട്ട് വളരെ ബേസിക് ആയിട്ട് ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടി മനസ്സിലാക്കേണ്ട ഒരു കേസാണ്. ഇതാ ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് ഈ ആറ്റങ്ങൾക്ക് ഒരുപാട് ഊർജ്ജ നിലകളുണ്ട്, എനർജി ലെവൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ സ്പെക്ട്രത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കേസാണ് ആറ്റങ്ങൾക്ക് എനർജി ലെവൽസ് ഉണ്ട്. നമ്മൾ ഇപ്പൊ ആറ്റത്തിനകത്തെ ഷെല്ലുകളുടെ കാര്യം പറഞ്ഞ പോലെ ഈ ഷെല്ലുകളെ KLMN ഷെല്ലുകളെ നമ്മൾ എനർജി ലെവൽസ് എന്ന് പറയുന്നു. അതുപോലെ ആറ്റങ്ങൾക്ക് എനർജി ലെവൽസ് ഉണ്ട്. അപ്പൊ ആ എനർജി ലെവൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞാനിവിടെ ഇതിൽ 2 എനർജി ലെവലുകളെ വരയ്ക്കുന്നു. ഇതിപ്പോ 2 പാരലൽ ലൈൻസ് ആണ്. ഈ 2 വരകൾ അതിനകത്ത് ഞാനിപ്പം ഇവിടെ N1 എന്നെടുക്കുന്നു, N2 എന്നെടുക്കുന്നു. നമ്മൾ K ഷെൽ L ഷെൽ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൂ. 2 ഊർജ്ജ നിലകൾ, മുകളിലേക്ക് എനർജി അല്ലെങ്കിൽ ഊർജ്ജം കൂടുന്നു എന്നെടുക്കുന്നു. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു 2 കാര്യങ്ങൾ, ഒരാറ്റം ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആറ്റം വന്നിരിക്കട്ടെ. ആ ആറ്റം ഇപ്പോൾ N1 എന്ന് പറഞ്ഞ ഊർജ്ജ നിലയിൽ അല്ലെങ്കിൽ എനർജി ലെവലിലാണ് ഇരിക്കുന്നത്. ഈ എനർജി ലെവലിന്റെ പ്രത്യേകത ഇതാണ് ഏറ്റവും താഴത്തെ എനർജി ലെവൽ. ഏറ്റവും താഴെ കാണുന്ന ബോട്ടം റീജിയനിൽ കാണുന്ന എനർജി ലെവലാണ് N1 എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കെമിസ്ട്രിയിൽ ഒരു പേര് കൊടുക്കും, ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കണം, ഒരാറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: ആ ആറ്റത്തിന് നല്ല സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ട്, എനർജി വളരെ കുറവാണ്. കാരണം നമ്മൾ മുകളിലോട്ട് പോകുന്നതനുസരിച്ച് എനർജി കൂടുന്നത്. അല്ലെ നമ്മളിങ്ങനെ ആറ്റത്തിനകത്ത് കയറി ചിന്തിച്ചാൽ ന്യൂക്ലിയസിൽ നിന്ന് അകലം, ഇപ്പൊ K ഷെല്ലിൽ നിന്ന് L ഷെല്ലിലേക്ക് പോകുമ്പോൾ K ഷെല്ലിനെക്കാട്ടി കുറച്ചുകൂടെ എനർജി കൂടുതലാണ് L ഷെല്ലിന്, L ഷെല്ലിനെക്കാട്ടി എനർജി കൂടുതലാണ് M ഷെല്ലിന്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ N1 എന്ന് പറഞ്ഞ ഊർജ്ജ നില അല്ലെങ്കിൽ എനർജി സ്റ്റേറ്റിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുതൽ എനർജി ഉള്ള ഒരു എനർജി സ്റ്റേറ്റ്, ഒരു ഊർജ്ജ അവസ്ഥ അല്ലെങ്കിൽ ഒരു ഊർജ്ജ നിലയാണ് N2 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഒരു ആറ്റം വളരെ കുറച്ച് എനർജി കൈവരിച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ആ സ്റ്റേറ്റിനെയാണ്, അപ്പം ആറ്റത്തിന്റെ എനർജി വളരെ കുറവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്.
അപ്പൊ അതിനെ ഞാൻ ഇവിടെ N1 എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആറ്റം ഇരിക്കുന്നത് ഇപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ആറ്റം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ട വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആറ്റത്തിന് സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ. എന്ന് പറഞ്ഞാൽ ആറ്റത്തിന് എനർജി, ഊർജം, ആറ്റത്തിന് എനർജി വളരെ കുറവാണ്. അപ്പൊ ലോ എനർജി സ്റ്റേറ്റ്, എനർജി തീരെ കുറഞ്ഞ, സ്റ്റെബിലിറ്റി, സ്ഥിരത ഒരുപാട് കൂടിയ സ്റ്റേറ്റിനെയാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്, ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റം എനർജിയെ, ഊർജ്ജത്തെ അബ്സോർബ് ചെയ്തെന്നിരിക്കട്ടെ. അത് ചിലപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയിരിക്കും, അത് ചിലപ്പോൾ ഹീറ്റ് എനർജി ആയിരിക്കും, അത് ചിലപ്പം എന്താണ് ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും. ഏത് തരത്തിലുള്ള എനർജി, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്ന് ഒരു എനർജി ഏതെങ്കിലും ഒരു റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ഏത് തരത്തിലുള്ള എനർജി ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റം അബ്സോർബ് ചെയ്യുന്നു, ആഗിരണം ചെയ്യുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ അബ്സോർബ് ചെയ്തു, എനർജി അബ്സോർബ് ചെയ്തല്ലേ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ പിന്നെ അതിന് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അതിന്റെ എനർജി കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അതിൽ എനർജി, ഊർജ്ജത്തെ ആഗിരണം ചെയ്തു. ഊർജ്ജത്തെ ആഗിരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കത്തില്ല. അത് ഇതിന്റെ എനർജി കൂട്ടിക്കൊണ്ട് അത് മറ്റൊരു അവസ്ഥയിലേക്ക്, അത് കുറച്ച് എനർജി കൂടിയ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇവിടെ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റം എനർജിയെ ആഗിരണം ചെയ്തു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തു. അത് പെട്ടെന്ന് തന്നെ N2ലേക്ക് മാറി എന്നിരിക്കട്ടെ. ആ ആറ്റം N1ൽ നിന്ന് N2 കുറച്ചുകൂടെ എനർജി കൂടിയ ഒരു സ്റ്റേറ്റിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് മാറി. അപ്പൊ മുകളിലോട്ട് എനർജി കൂടുകയാണ്, ഊർജ്ജം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ N2 എന്ന് പറഞ്ഞ ആ ഊർജ്ജ നിലയെ, ആ ഒരു എനർജി ലെവലിനെ ഞാനൊരു പേര് വിളിക്കുന്നു എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പൊ നമ്മളിവിടെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് എക്സൈറ്റഡ് സ്റ്റേറ്റ്? എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എനർജി കൂടിയ, ആറ്റത്തിന് സ്റ്റെബിലിറ്റി കുറഞ്ഞ അവസ്ഥകൾ. ആ ഒരു അവസ്ഥയിൽ ആറ്റം നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആറ്റം ഈസ് സെഡ് ടു ബി ഇൻ ആൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ആറ്റം ഏത് സ്റ്റേറ്റിൽ നിൽക്കുന്നു? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കാം ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ആറ്റത്തിന്റെ എനർജി കുറവാണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്. അത് നേരെ എതിരെ അങ്ങെടുത്തോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞാലോ, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ആറ്റത്തിന്റെ എനർജി കൂടുതലാണ്, സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പൊ എനർജി കൂടിയ, സ്റ്റെബിലിറ്റി കുറഞ്ഞ അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിനെയാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ആറ്റം എങ്ങനെയാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റം ഊർജ്ജത്തെ, എനർജിയെ ആഗിരണം ചെയ്ത് എന്ത് ചെയ്യുന്നു? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പൊ അത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇപ്പൊ ആറ്റം നിൽക്കുകയാണ്. അപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മനസ്സിലാക്കണം, അധിക നേരം നമുക്ക് ആറ്റങ്ങൾക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റില്ല. കാരണം ആറ്റം എപ്പോഴും ചിന്തിക്കുന്നത് അതിന്റെ എനർജി തീരെ കുറഞ്ഞ് സ്റ്റെബിലിറ്റി കൈവരിച്ചിരിക്കാനാണ് ആറ്റം വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആറ്റത്തിന് അതാണ് ഇഷ്ടം. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അധിക നേരം നിൽക്കുക, അതായത് പെട്ടെന്ന് തന്നെ ഇറ്റ് റെഡ്ലി കംബാക്സ് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ആദ്യം എവിടെയാണോ ഇരുന്നത്, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, N1ൽ നിന്ന് N2ലേക്ക് പോയപ്പോൾ ആറ്റം എനർജിയെ, ഊർജ്ജത്തെ ആഗിരണം ചെയ്താണ് മേളിലോട്ട് പോയത്. അപ്പം ഇയാളുടെ കയ്യിൽ ഈ N2ൽ ഇപ്പൊ ഇരിക്കുന്ന ആറ്റത്തിന് എനർജി കൈവരിച്ചിരിക്കുക. അപ്പൊ ഇയാൾ കയ്യിലിരിക്കുന്ന എനർജി എനിക്ക് കളയണം, എനർജിയെ ലോസ് ചെയ്യണം. അങ്ങനെ എനർജിയെ കളഞ്ഞെങ്കിൽ അയാൾക്ക് തിരിച്ച് N1ലേക്ക്, N2ൽ നിന്ന് N1ലേക്ക് താഴേക്ക് വരാൻ പറ്റും. അപ്പൊ ഇവിടെ N2ൽ ഇരിക്കുന്ന ആറ്റം N1ലേക്ക് വരുന്നതിരിക്കട്ടെ. അപ്പൊ ഇപ്പൊ N1ലേക്ക് തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ ആറ്റം എനർജിയെ വെളിയിലേക്ക് കളയണം, അല്ലെങ്കിൽ ഊർജ്ജത്തെ പുറത്തേക്ക് കളയണം. അപ്പൊ ഇവിടെ രണ്ട് പ്രക്രിയകൾ, രണ്ട് പ്രോസസ്സുകളാണ് ഇവിടെ നടന്നത്. N1ൽ ഇരിക്കുന്ന ആറ്റം, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റം ഊർജ്ജത്തെ ആഗിരണം ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി. അതേസമയം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റം ഊർജ്ജത്തെ പുറത്തേക്ക് കളഞ്ഞിട്ട് N1ലേക്ക് വന്നു. അപ്പം എനർജിയുടെ അബ്സോർഷൻ, ആഗിരണവും ഉണ്ട്, എനർജിയുടെ എമിഷനും ഉണ്ട്, പുറത്തേക്ക് അതിനെ കളയുന്നുണ്ട്. അപ്പം മുകളിൽ നിന്ന് താഴേക്ക് വരാൻ എനർജിയെ പുറത്ത് കളയുന്നു, താഴ്ന്ന് മുകളിലേക്ക് പോകാൻ എനർജിയെ ആഗിരണം ചെയ്യുന്നു, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ അബ്സോർപ്ഷൻ ഓഫ് എനർജി ഉണ്ട്, എമിഷൻ ഓഫ് എനർജി ഉണ്ട്. ഈ രണ്ട് പ്രോസസ്സുകളുടെ ഭാഗമായിട്ട് നമുക്ക് രണ്ട് സ്പെക്ട്രങ്ങളാണ് ലഭിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ എനർജിയെ ആഗിരണം ചെയ്യുന്നു, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സ്പെക്ട്രം എടുത്തെന്നിരിക്കട്ടെ. ആ സ്പെക്ട്രം, അതിനെയാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അപ്പൊ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്പെക്ട്രം ഒബ്റ്റൈൻഡ് ബൈ അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ ഓർ എനർജി. എനർജിയുടെ ആഗിരണത്തിന്റെ ഭാഗമായിട്ട് ആറ്റങ്ങൾ എനർജിയെ അബ്സോർബ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു, എനർജി കുറഞ്ഞ അവസ്ഥയിൽ നിന്ന് എനർജി കൂടിയ അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ കിട്ടുന്ന സ്പെക്ട്രത്തെയാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസുണ്ട്. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന്, എനർജി കൂടിയ അവസ്ഥയിൽ നിന്ന് ആറ്റം എനർജി കുറഞ്ഞ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ ആറ്റം ആഗിരണം ചെയ്തു വെച്ചിരിക്കുന്ന എനർജിയെ പുറത്തേക്ക് കളയണം, അല്ലെ അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയെ പുറത്തേക്ക് കളയണം.
അങ്ങനെ ഈ പുറത്തേക്ക് കളയുന്ന എനർജി അല്ലെങ്കിൽ അതൊരു റേഡിയേഷൻ ആയിരിക്കും. ആ റേഡിയേഷനെ നമ്മൾ എന്താണ് സ്പെക്ട്രമായിട്ട് എടുക്കുകയാണെങ്കിൽ, അതിന്റെ രേഖാചിത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എമിഷൻ സ്പെക്ട്രം എന്ന് വിളിക്കാം. അപ്പൊ സ്പെക്ട്രത്തെ നമ്മളിവിടെ ആറ്റം തരുന്ന സ്പെക്ട്രത്തെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്നാമത്തത് അബ്സോർഷൻ സ്പെക്ട്രം, രണ്ടാമത്തത് എമിഷൻ സ്പെക്ട്രം. അബ്സോർഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ സ്പെക്ട്രം ഒബ്റ്റൈൻഡ് ബൈ ദ അബ്സോർഷൻ ഓഫ് റേഡിയേഷൻ ഈസ് കോൾഡ് അബ്സോർഷൻ സ്പെക്ട്രം ആൻഡ് സ്പെക്ട്രം ഒബ്റ്റൈൻഡ് ബൈ ദ എമിഷൻ ഓഫ് റേഡിയേഷൻ ഈസ് കോൾഡ് എമിഷൻ സ്പെക്ട്രം. അപ്പൊ സ്പെക്ട്രം രണ്ട് വിധത്തിലുണ്ട്. അബ്സോർഷന്റെ ആഗിരണത്തിന്റെ ഭാഗമായിട്ട് സ്പെക്ട്രം ഉണ്ട്. എമിഷന്റെ പുറത്തേക്ക് റേഡിയേഷനെ കളയുന്നതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന സ്പെക്ട്രത്തെയാണ് എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഇനി അബ്സോർഷൻ സ്പെക്ട്രത്തിന്റെയും എമിഷൻ സ്പെക്ട്രത്തിന്റെയും മറ്റുള്ള പ്രത്യേകതകളിലേക്ക് വരാം. ഈ അബ്സോർഷൻ സ്പെക്ട്രത്തിന്റെ ഒരു ചിത്രം നമ്മൾ എടുക്കുമ്പോൾ, നമ്മൾ നോർമലി സൂപ്പർ മാർക്കറ്റുകളിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ, ഏതെങ്കിലും ഉൽപ്പന്നങ്ങളെയൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും അപ്പം അവിടെ സ്കാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്തെടുക്കും. അപ്പൊ ബാർകോഡ് എന്ന് പറഞ്ഞൊരു സംവിധാനം എല്ലാവരും കാണുന്നതാണ്. ബാർകോഡ് അതിങ്ങനെ ഒരു സ്ക്വയർ ബോക്സിൽ കുറെ ബ്ലാക്ക് ലൈൻസ്, കുറെ വരകൾ നമുക്ക് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ബാർകോഡ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ആണ് ബാർകോഡ് എന്താണെന്നുള്ളത്. അപ്പൊ മനസ്സിലാക്കണം, നമ്മൾ ഈ അബ്സോർഷൻ സ്പെക്ട്രം എടുക്കുമ്പോൾ ഒരു ബാർകോഡ് കണ്ട ഒരു പ്രതീതിയാണ്. കാരണം അതിൽ കുറെ കറുത്ത വരകൾ അല്ലെങ്കിൽ ഡാർക്ക് ലൈൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, അബ്സോർഷൻ സ്പെക്ട്രം, ആറ്റത്തിന്റെ അബ്സോർഷൻ സ്പെക്ട്രം ആണ് നമ്മൾ പടമായിട്ട് മുമ്പിൽ എടുത്തേക്കുന്നെങ്കിൽ അതിനകത്ത് കളറല്ല നമ്മൾ കാണുന്നത്, കുറെ ഇടവിട്ട് കുറെ ഡാർക്ക് വരകൾ, ചെറിയ ഡാർക്ക് വരകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഓരോ വരകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു ഡെഫിനറ്റ് ഫ്രീക്വൻസി, ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയും വേവ് ലെങ്ത്, ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ വേവ് ലെങ്ത് ഉണ്ട്, വേവ് ലെങ്ത് ഒക്കെ നമുക്ക് അതിനകത്തുനിന്ന് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് അബ്സോർഷൻ സ്പെക്ട്രത്തിന്റെ പ്രത്യേകത. അപ്പൊ അബ്സോർഷൻ സ്പെക്ട്രം അതിനെ നമുക്ക് കറുത്ത വരകൾ അല്ലെങ്കിൽ ഡാർക്ക് ലൈൻസ് ആണ്, ബാർകോഡ് പോലെ നമുക്ക് ഡാർക്ക് ലൈൻസ് ആണ് അബ്സോർഷൻ സ്പെക്ട്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കാം, ഈ ഡാർക്ക് ലൈൻസിന്റെ പ്രത്യേകത അവ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സ്പെക്ട്രം അല്ല, അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, അബ്സോർഷൻ സ്പെക്ട്രം ഒരു ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം ആണ്. ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം. അപ്പം ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയില്ലാത്തൊരു സ്പെക്ട്രമാണ്. കാരണം ഒരു ഡാർക്ക് ലൈൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അടുത്തൊരു ഡാർക്ക് ലൈൻ, അടുത്തൊരു ഡാർക്ക് ലൈൻ, അന്നേരം ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്സ് ഉണ്ട്, ഇടയ്ക്ക് അകലങ്ങളുണ്ട്. അപ്പം അതാണ് അബ്സോർഷൻ സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് ഡാർക്ക് ലൈൻസ് വിത്ത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസീസ് ആൻഡ് ദേ ആർ ഡിസ്കണ്ടിന്യൂസ് ഇൻ നേച്ചർ. അബ്സോർഷൻ സ്പെക്ട്രം ഡിസ്കണ്ടിന്യൂസ് ആണ്, അവരിൽ ഡാർക്ക് ലൈൻസ് നമുക്ക് കാണാൻ പറ്റും വിത്ത് ഡെഫിനിറ്റ് ഫ്രീക്വൻസി. ഓരോ വരകൾക്കും ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എമിഷൻ സ്പെക്ട്രത്തിലേക്ക് വന്നാൽ, ഈ എമിഷൻ സ്പെക്ട്രവും അബ്സോർഷൻ സ്പെക്ട്രവും തമ്മിലുള്ള ബന്ധം, എമിഷൻ സ്പെക്ട്രത്തിന്റെ ഒരു ഫോട്ടോഗ്രാഫിക് നെഗറ്റീവ് പോലെയാണ് അബ്സോർഷൻ സ്പെക്ട്രം നിലകൊള്ളുന്നത്. അപ്പൊ മനസ്സിലാക്കാം, എമിഷൻ സ്പെക്ട്രത്തിന്റെ പ്രത്യേകത, നമ്മൾ അബ്സോർഷൻ സ്പെക്ട്രത്തിൽ ഡാർക്ക് ലൈൻസ് ആണ് കണ്ടത്, ആ സ്ഥാനത്ത് എമിഷൻ സ്പെക്ട്രത്തിൽ ബ്രൈറ്റ് ലൈൻസ് ആണ് കാണുന്നത്. ബ്രൈറ്റ് ലൈൻസ്. എമിഷൻ സ്പെക്ട്രം കിട്ടുന്നത് ആറ്റം എക്സൈറ്റഡ് സെല്ലിൽ നിന്ന് ഗ്രൗണ്ട് സെല്ലിലേക്ക് വരുമ്പോഴാണ് എനർജി പുറത്തേക്ക് കളയുന്നു. ആ സ്പെക്ട്രം നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ, ചിത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറെ വരകൾ അവിടെയും കുറെ ലൈൻസ് അവിടെയും കാണാൻ പറ്റും. പക്ഷെ ആ ലൈൻസ് ഡാർക്ക് അല്ല, ബ്രൈറ്റ് ആയിരിക്കും, വെള്ള വരകളായിരിക്കും. എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് സ്പെക്ട്രം ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അതാണ് എമിഷൻ സ്പെക്ട്രത്തിന്റെ പ്രത്യേകത. അവിടെയും നമുക്ക് ഇതുപോലെ വരകളായിരിക്കും കിട്ടുന്നത്. അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെഫിനിറ്റ് ഫ്രീക്വൻസികളും വേവ് ലെങ്തുകളും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അബ്സോർഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് എമിഷൻ സ്പെക്ട്രത്തിന്റെ ഒരു ഫോട്ടോഗ്രാഫിക് നെഗറ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം എമിഷൻ സ്പെക്ട്രം നമുക്ക് ബ്രൈറ്റ് ലൈൻസ് ആണ് കാണാൻ പറ്റുന്നത്. അവരും ഇതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. ദേ ആർ ഓൾസോ ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം. അപ്പൊ ആ ഒരു സ്പെക്ട്രവും ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്ക് ചേർത്ത് പറയാം, അബ്സോർഷൻ സ്പെക്ട്രം ആണെങ്കിലും എമിഷൻ സ്പെക്ട്രം ആണെങ്കിലും ആ രണ്ട് സ്പെക്ട്രങ്ങളും ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. തുടർച്ച ഇല്ലാത്ത ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പെക്ട്രങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കണം, അറ്റോമിക് സ്പെക്ട്രത്തെ, ആറ്റങ്ങൾ തരുന്ന സ്പെക്ട്രത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, അബ്സോർഷൻ സ്പെക്ട്രം എന്നും എമിഷൻ സ്പെക്ട്രവും. അബ്സോർഷൻ സ്പെക്ട്രവും എമിഷൻ സ്പെക്ട്രവും ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രങ്ങളാണ്. അബ്സോർഷൻ സ്പെക്ട്രത്തിൽ ഡാർക്ക് ലൈൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, എമിഷൻ സ്പെക്ട്രത്തിൽ ബ്രൈറ്റ് ലൈൻസ് ആണ് കാണാൻ പറ്റുന്നത്. ഈ ഓരോ വരകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡെഫിനിറ്റ് ഫ്രീക്വൻസികളും വേവ് ലെങ്തുകളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പേര്, ആറ്റത്തിന്റെ സ്പെക്ട്രമാണ് നമ്മൾ അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ ആറ്റം തരുന്ന സ്പെക്ട്രം ലൈൻസ് ആയിട്ടാണ് നമുക്ക് പടം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആറ്റം തരുന്ന സ്പെക്ട്രത്തെ നമുക്ക് ലൈൻ സ്പെക്ട്രം എന്നും പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. അറ്റോമിക് സ്പെക്ട്രത്തെ നമ്മൾ ലൈൻ സ്പെക്ട്രം എന്നും പറയാറുണ്ട്. ലൈൻ സ്പെക്ട്രം.
സോ അറ്റോമിക് സ്പെക്ട്രം ഈസ് ഓൾസോ കോൾഡ് ലൈൻ സ്പെക്ട്രം. അങ്ങനെ ലൈൻ സ്പെക്ട്രം എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ലൈൻ സ്പെക്ട്രങ്ങൾ ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് അടുത്ത പഠിപ്പിക്കുന്നത്. ഈ അറ്റോമിക് സ്പെക്ട്രം അത് രണ്ട് രീതിയിൽ തരംതിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കി. അബ്സോർഷൻ സ്പെക്ട്രവും എമിഷൻ സ്പെക്ട്രവും. ഈ അബ്സോർഷൻ സ്പെക്ട്രത്തെയും എമിഷൻ സ്പെക്ട്രത്തെയും നമ്മൾ പഠിക്കുന്ന അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ശാസ്ത്രശാഖ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് ദ സ്റ്റഡി ഓഫ് അറ്റോമിക് ആൻഡ് എമിഷൻ സ്പെക്ട്ര. അറ്റോമിക് സ്പെക്ട്രത്തെയും എമിഷൻ സ്പെക്ട്രത്തെയും കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെയാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്നറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സ്പെക്ട്രം. സ്പെക്ട്രത്തെ കുറിച്ച് പഠിക്കുന്ന സയൻസിന്റെ ശാസ്ത്രശാഖയെ നമുക്ക് സ്പെക്ട്രോസ്കോപ്പി എന്ന് വിളിക്കാം. വലിയ ക്ലാസ്സുകളിൽ വളരെ കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വലിയൊരു പേപ്പറാണ് ഈ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അതിനകത്ത് ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു? സ്പെക്ട്രോസ്കോപ്പി ഈസ് നത്തിങ്, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്പെക്ട്രം. സ്പെക്ട്രത്തിന്റെ പഠിത്തത്തെയാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ആറ്റം തരുന്ന സ്പെക്ട്രത്തെയാണ് അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അറ്റോമിക് സ്പെക്ട്രത്തെ നമുക്ക് ലൈൻ സ്പെക്ട്രം എന്ന് പേര് വിളിക്കാം. ഈ ലൈൻ സ്പെക്ട്രം ഡിസ്കണ്ടിന്യൂസ് ആണ്. നേരത്തെ നമ്മൾ വിബ്ജിയോർ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് അല്ല, ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ്, തുടർച്ചയില്ലാത്ത സ്പെക്ട്രമാണ്. അവരിൽ നമുക്ക് ലൈൻസ് ആണ് ഒബ്സർവ് ചെയ്യുന്നത്. അത് രണ്ട് വിധത്തിലുണ്ട്, അബ്സോർഷൻ സ്പെക്ട്രവും എമിഷൻ സ്പെക്ട്രവും. ആറ്റം എനർജിയെ ഊർജ്ജത്തെ ആഗിരണം ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അത് അബ്സോർഷൻ ഈക്വൽ ആണ്. അതുപോലെ തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് എമിഷൻ ഈക്വൽ ആണ്. അപ്പൊ അബ്സോർഷൻ സ്പെക്ട്രം ഡാർക്ക് ലൈൻസ് ആണെങ്കിൽ എമിഷൻ സ്പെക്ട്രം ബ്രൈറ്റ് ലൈൻസ് ആയിട്ട് കാണുന്നു. ഈ വരകൾക്കെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ വേവ് ലെങ്ത് ഉണ്ട്, അതുതന്നെ എനർജി ഉണ്ട്. അപ്പം ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ആയിട്ടാണ് നമുക്ക് ഒബ്സർവ് ചെയ്യപ്പെടുന്നത്. അപ്പൊ മനസ്സിലാക്കാം, ഇങ്ങനെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ. അബ്സോർഷൻ സ്പെക്ട്രം, എമിഷൻ സ്പെക്ട്രം, ഇതിനെ കുറിച്ചുള്ള പഠിത്തത്തെയാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്നു. നമ്മൾ ആറ്റങ്ങളുടെ സ്പെക്ട്രം പഠിക്കുമ്പോൾ, അറ്റോമിക് സ്പെക്ട്രം അല്ലെങ്കിൽ ലൈൻ സ്പെക്ട്രം നമ്മൾ പഠിക്കുമ്പോൾ അറ്റോമിക് എമിഷൻ സ്പെക്ട്രമാണ് നമ്മൾ എടുത്ത് പഠിക്കാറുള്ളത്. അപ്പൊ അതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസാണ്. നമുക്കറിയാം അബ്സോർഷൻ സ്പെക്ട്രം ഉണ്ട്, എമിഷൻ സ്പെക്ട്രം ഉണ്ട്. അതിൽ നമ്മൾ ആറ്റങ്ങളുടെ സ്പെക്ട്രത്തെ, പ്രത്യേകിച്ച് ഹൈഡ്രജന്റെ സ്പെക്ട്രം ഒക്കെ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ അങ്ങോട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ആറ്റങ്ങളുടെ സ്പെക്ട്രം പഠിക്കുമ്പോൾ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് എമിഷൻ സ്പെക്ട്രത്തിലാണ്. എമിഷൻ സ്പെക്ട്രം നല്ല ബ്രൈറ്റ് ലൈൻസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ആറ്റങ്ങളുടെ എമിഷൻ സ്പെക്ട്രമാണ്. അപ്പൊ അറ്റോമിക് എമിഷൻ സ്പെക്ട്രം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അറ്റോമിക് എമിഷൻ ലൈൻ സ്പെക്ട്രം എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ അറ്റോമിക് എമിഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എമിഷന്റെ, റേഡിയേഷന്റെ എമിഷന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന സ്പെക്ട്രത്തെയാണ് എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പൊ അബ്സോർഷൻ സ്പെക്ട്രം നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, പക്ഷെ നമ്മൾ എടുക്കുന്നത് ആറ്റങ്ങളുടെ കേസിൽ നമ്മൾ എടുത്ത് പഠിക്കാൻ എടുക്കുന്ന സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അറ്റോമിക് എമിഷൻ സ്പെക്ട്രമാണ്. അപ്പൊ ലൈൻ സ്പെക്ട്രം എന്ന് പറയുന്ന ലൈൻ എമിഷൻ സ്പെക്ട്രം എന്ന് പറയാം. അതിപ്പോ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആണെങ്കിൽ ലൈൻ എമിഷൻ സ്പെക്ട്രമോ ഹൈഡ്രജൻ ആറ്റോ എന്ന് പറയാം. അങ്ങനെ നമുക്ക് പഠിച്ചു പോവാം. അപ്പൊ ഇതാണ് എമിഷൻ സ്പെക്ട്രമാണ് നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി എടുക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുക. അപ്പൊ സ്പെക്ട്രം എന്താണെന്ന് മനസ്സിലാക്കുക. രണ്ട് തരത്തിലുള്ള സ്പെക്ട്രം യഥാർത്ഥത്തിലുണ്ട്, കണ്ടിന്യൂസും ഡിസ്കണ്ടിന്യൂസും. അപ്പൊ നമ്മൾ സോളാർ സ്പെക്ട്രം എടുത്തപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടി, ആറ്റങ്ങളുടെ സ്പെക്ട്രം എടുത്തപ്പോൾ അത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് കിട്ടി. ഇതുപോലെ മോളിക്യൂൾസ് സ്പെക്ട്രം തരാറുണ്ട്, അതിനെ മോളിക്കുലാർ സ്പെക്ട്രം എന്ന് വിളിക്കും. ഹയർ ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഇങ്ങനെ മോളിക്യൂൾസിന്റെ സ്പെക്ട്രോ ആണെങ്കിലും അറ്റോമിക് സ്പെക്ട്രോ ആണെങ്കിലും സ്പെക്ട്രങ്ങളെ കുറിച്ച് പഠിക്കുന്ന സയൻസിന്റെ ശാസ്ത്രശാഖയാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വീഡിയോ വീണ്ടും വീണ്ടും കാണുക, നല്ലതായിട്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക, മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ആറ്റങ്ങളുടെ എമിഷൻ സ്പെക്ട്രമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഹൈഡ്രജന്റെ അറ്റോമിക് എമിഷൻ സ്പെക്ട്രമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് ഇനി മുമ്പോട്ട് എടുക്കേണ്ടത്. നന്നായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, ഇനി നമുക്കിവിടെ വളരെ പ്രധാനപ്പെട്ട ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഹൈഡ്രജൻ ആറ്റത്തിന്റെ ലൈൻ എമിഷൻ സ്പെക്ട്രമാണ് നമുക്ക് ഇനി ഇവിടെ പഠിക്കാനുള്ളത്. നിങ്ങളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു +1 വിദ്യാർത്ഥി ഏറ്റവും പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയയാണ് ലൈൻ എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. NCERT ടെക്സ്റ്റിൽ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ആ ഭാഗമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ വരുന്നത്. സോ നന്നായിട്ട് ശ്രദ്ധിച്ച് വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് പഠിക്കുക. അപ്പം ഹൈഡ്രജന്റെ സ്പെക്ട്രം നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? അപ്പൊ ആദ്യം നമ്മൾ ഹൈഡ്രജനെ ഒരു ഗ്ലാസ് ട്യൂബിൽ ഫില്ല് ചെയ്യുന്നു. ഹൈഡ്രജൻ ഗ്യാസ് H2 മോളിക്യൂൾ ആണ് നമുക്കറിയാം. ഹൈഡ്രജൻ ഗ്യാസിനെ ഒരു ഗ്ലാസ് ട്യൂബിൽ ഫില്ല് ചെയ്തിട്ട് അതിലേക്ക് നമ്മളൊരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു. അപ്പം ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസിലേക്ക് നമ്മൾ വൈദ്യുതി കടത്തി വിടുകയാണ്. അപ്പൊ നമ്മളിവിടെ സംഭവിക്കുന്നത് ഹൈഡ്രജൻ വാതകത്തിലേക്ക് നമ്മൾ വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ ഉറപ്പായിട്ട് ഇലക്ട്രിക്കൽ എനർജി നമുക്കറിയാം, ഇലക്ട്രിസിറ്റി ഒരു എനർജിയാണ്. അപ്പം ഈ ഇലക്ട്രിക്കൽ എനർജിയെ നമ്മുടെ ഈ പറഞ്ഞ ഹൈഡ്രജൻ ഗ്യാസ് അബ്സോർബ് ചെയ്യുകയും അങ്ങനെ
എനർജറ്റിക്കലി എക്സൈറ്റഡ് ആവുന്നു ഹൈഡ്രജൻ ആറ്റങ്ങൾ. അപ്പൊ അതിനകത്തുള്ള ഹൈഡ്രജൻ ആറ്റങ്ങൾ അതിനകത്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഹൈഡ്രജൻ ആറ്റമാണ്, എനർജി തീരെ കുറഞ്ഞിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഇലക്ട്രിക്കൽ ഡിസ്ചാർജിനെ പാസ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രിക്കൽ എനർജിയുടെ സാന്നിധ്യം കൊണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ആ എനർജി അബ്സോർബ് ചെയ്യുകയും അവരുടെ എനർജി വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പൊ അവർ എനർജറ്റിക്കലി എക്സൈറ്റഡ് ആവുന്നു, അങ്ങനെ നമുക്ക് പറയാം. എനർജറ്റിക്കലി അവർ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധിക നേരമൊന്നും ആറ്റങ്ങൾക്ക് ഈ ഊർജ്ജം കൂടിയ ആ നിലയിൽ അല്ലെങ്കിൽ എനർജി കൂടിയ സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അവർ പെട്ടെന്ന് തന്നെ എനർജി അല്ലെങ്കിൽ റേഡിയേഷനുകളെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് കളഞ്ഞിട്ട് അവര് ദേ കം ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്, അവർ തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ വരുന്നു. അപ്പൊ സിമ്പിൾ ആണ് എക്സ്പെരിമെന്റ്, ഒന്നുമില്ല. ഒരു ഗ്ലാസ് വെസൽ, ഒരു ഗ്ലാസിന്റെ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു വെസലിൽ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിനെ ഫില്ല് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഹൈ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഇലക്ട്രിക്കൽ വോൾട്ടേജ് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിലേക്ക് കൊടുക്കുമ്പോൾ ഈ ഹൈഡ്രജൻ ഗ്യാസിലെ ആറ്റങ്ങൾ ഈ പറയുന്ന ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്ത് അവർ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ എമിറ്റ് ചെയ്തിട്ട് അവർ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പൊ നമ്മൾ ഈ ഹൈഡ്രജൻ, അപ്പൊ നമ്മൾ എമിഷൻ സ്പെക്ട്രമാണ് പഠിക്കുന്നത്, അബ്സോർപ്ഷൻ സ്പെക്ട്രത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. ഈ എമിഷൻ സ്പെക്ട്രമാണ് നമ്മൾ റെക്കോർഡിക്കലായിട്ട് എടുക്കുന്നത്, റെക്കോർഡായിട്ട് സ്പെക്ട്രമായിട്ട് എടുക്കുന്നു, ഹൈഡ്രജന്റെ സ്പെക്ട്രമായിട്ട് എടുക്കുന്നു. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഹൈഡ്രജൻ ആറ്റങ്ങൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരികെ വരുമ്പോൾ അവർ പുറത്തു കളയുന്ന ഫ്രീക്വൻസീസ് ഓഫ് റേഡിയേഷൻ, പല ഡിഫറന്റ് തരത്തിലുള്ള റേഡിയേഷനുകളെയാണ് അവർ പുറത്തു കളയുന്നത്. ഇത് വ്യത്യസ്തമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ മനസ്സിലാക്കാം, നമ്മൾ ഹൈഡ്രജന്റെ സ്പെക്ട്രം എടുത്ത് നോക്കുമ്പോൾ അതിനകത്തെ വരകൾ അല്ലെങ്കിൽ അതൊരു ലൈൻ സ്പെക്ട്രമാണ്. ആ ലൈൻ സ്പെക്ട്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഹൈഡ്രജൻ ആറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈൻ എമിഷൻ സ്പെക്ട്രത്തിന്റെ ലൈൻസ്, അവരുടെ ഫ്രീക്വൻസികൾ നമ്മൾ മാക്സ്വെൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ഫ്രീക്വൻസി ഏരിയകൾ അല്ലെങ്കിൽ വേവ് ലെങ്ത് ഏരിയകളിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഹൈഡ്രജന്റെ സ്പെക്ട്രം നമ്മൾ എടുത്തു നോക്കുന്നു. ഹൈഡ്രജന്റെ സ്പെക്ട്രം എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറെ വരകളെ അല്ലെങ്കിൽ കുറെ ലൈൻസിനെ നമുക്ക് കാണാൻ പറ്റും. ഈ ലൈൻസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ വേവ് ലെങ്തും റേഡിയേഷനുമായിട്ടൊക്കെ ഈക്വൽ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കാം, നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ലൈൻ എമിഷൻ സ്പെക്ട്രം എടുക്കുമ്പോൾ അതിലുള്ള വേവ് ലെങ്തുകളും ഫ്രീക്വൻസികളും നമ്മൾ പരിശോധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഡിഫറന്റ് ആയിട്ടുള്ള റീജിയനുകളിലാണ് അത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പൊ നമ്മളിവിടെ ചില ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിലെ ചില ലൈൻസിനെ പരിശോധിച്ചപ്പം അത് അൾട്രാവയലറ്റ് റീജിയൻ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ അൾട്രാവയലറ്റ് റീജിയനിലാണെന്ന് കാണാൻ പറ്റി. എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് റീജിയനിലെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്തുമായിട്ട് തുല്യമായിട്ട് ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിൽ ചില ലൈൻസ് കാണാൻ പറ്റി. അതുപോലെ തന്നെ ചിലതൊക്കെ ചിലതൊക്കെ കളേർഡ് ആയിരുന്നു, റെഡ് കളർ, ഗ്രീൻ കളർ ഒക്കെ നമുക്ക് കാണാൻ പറ്റി ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിൽ. അപ്പം അതൊന്ന് മനസ്സിലായി, അത് വിസിബിൾ റീജിയനാണ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വിസിബിൾ റീജിയനാണ്. വിബ്ജിയോറ വരുന്ന എപ്പോഴും വിസിബിൾ റീജിയനാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ, നമുക്കറിയാവുന്ന കേസാണ്. അത് കാണാൻ പറ്റി. എന്നാൽ ചില വരകൾ പരിശോധിച്ചു അല്ലെങ്കിൽ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ചില ലൈൻസ് പരിശോധിച്ചപ്പോൾ അത് ഇൻഫ്രാറെഡ് റീജിയനിലെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്തിന് ഈക്വൽ ആണെന്ന് മനസ്സിലായി. അപ്പൊ പ്രധാനമായിട്ട് ഹൈഡ്രജന്റെ സ്പെക്ട്രം നമ്മൾ പരിശോധിച്ചപ്പോൾ അല്ലെങ്കിൽ ഹൈഡ്രജന്റെ സ്പെക്ട്രം നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മളൊരു വെസലിൽ എടുക്കുന്നു, അതിന് ഹൈ ഇലക്ട്രിക്കൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്പം ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി വെച്ചുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഹൈഡ്രജൻ ആറ്റം തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ഈ റേഡിയേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പുറത്തേക്ക് വരുന്നു. ആ പുറത്തേക്ക് വരുന്ന റേഡിയേഷനുകളെ നമ്മളൊരു സ്പെക്ട്രമായി റെക്കോർഡ് ചെയ്താൽ പലതരത്തിലുള്ള പല ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ പല റീജിയനിലെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്തിനോട് തുല്യമായിട്ട് നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ വരകളെ കാണാൻ സാധിക്കുന്നു. പ്രധാനപ്പെട്ട 3 റീജിയനിലാണ് ഈ ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിന്റെ ലൈൻസ് കാണാൻ സാധിച്ചത്. ഒന്ന് അൾട്രാവയലറ്റ് റീജിയൻ, 2 വിസിബിൾ റീജിയൻ, അത് അടുത്തത് ഇൻഫ്രാറെഡ് റീജിയൻ. അങ്ങനെ 3 റീജിയൻസിലാണ് ഫ്രീക്വൻസിയും വേവ് ലെങ്തിനോട് ഈക്വൽ ആവുന്നു ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിലെ ലൈൻസ് എന്ന് നമുക്ക് മനസ്സിലായി. ഇത് കണ്ടുപിടിച്ചത് ഓരോ ശാസ്ത്രജ്ഞന്മാരാണ്, അവരുടെ പേരുകളിലാണ്. അപ്പൊ ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഏത് സയന്റിസ്റ്റ് ആണ് ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിലെ ആ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ പേരിലാണ് ആ ലൈൻസ് അറിയപ്പെടുന്നത്. ഇപ്പം അൾട്രാവയലറ്റ് റീജിയൻ, ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് റീജിയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഷ്ടം പോലെ വരകളെ നമുക്ക് ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ അവിടെ അൾട്രാവയലറ്റ് റീജിയനുമായിട്ട് ബന്ധപ്പെട്ട് ലൈമാൻ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റാണ് ആ റീജിയൻസിലെ ലൈൻസിനെ കണ്ടെത്തിയത്. അതുപോലെ തന്നെ ബാൽമർ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റാണ് അടുത്ത വിസിബിൾ റീജിയനിലെ കണ്ടെത്തിയത്. അതുപോലെ തന്നെ
പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറെ സയന്റിസ്റ്റുകളുണ്ട്. മൊത്തം 5 പേരെയാണ് നമുക്ക് NCERT ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്. 6 പേരുണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കുമ്പോൾ ഹംഫ്രി ഡേവി എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റിന്റെ കേസും കൂടെ നമുക്ക് അതിനകത്ത് ചേർത്ത് പഠിക്കണം. ഇപ്പൊ നമുക്ക് NCERT ടെക്സ്റ്റ് അനുസരിച്ച് 5 സയന്റിസ്റ്റുകളും അവർ പ്രപ്പോസ് ചെയ്ത ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിലെ ലൈൻസുമാണ് പഠിക്കാനുള്ളത്. അപ്പൊ സയന്റിസ്റ്റിന്റെ പേരിലാണ് ആ ലൈൻസ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് ചാർട്ട് ചെയ്ത് നോക്കാം. ഹൈഡ്രജന്റെ ലൈറ്റ് എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം പരിശോധിക്കുമ്പോൾ അതിൽ ഒന്നാമത് ലൈമാൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്. ലൈമാൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിൽ പ്രപ്പോസ് ചെയ്ത വരകൾ അല്ലെങ്കിൽ ലൈൻസിനെ ലൈമാൻ സീരീസ് എന്ന് വിളിക്കുന്നു. ലൈമാൻ സീരീസ്. അതുപോലെ തന്നെ ബാൽമർ സീരീസ് ഉണ്ട്. ഇതാണ് രണ്ടാമത്. ബാൽമർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിൽ ഐഡന്റിഫൈ ചെയ്ത വരകളെയാണ് ബാൽമർ സീരീസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് വിസിബിൾ റീജിയനിൽ കാണുന്നത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം. മൂന്നാമത്തത് പാഷൻ. പാഷൻ സീരീസ് എന്ന് പറയും. പാഷൻ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റിന്റെ പേരാണ്. അദ്ദേഹം കണ്ടെത്തിയ വരകളെ പാഷൻ സീരീസ് എന്ന് പറയും. അപ്പം നാലാമത്തത് ബ്രാക്കറ്റ് സീരീസ് എന്ന് വിളിക്കുന്നു. അഞ്ചാമത്തത് ഫൺ സീരീസ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 സയന്റിസ്റ്റുകളും അവരുടെ പേരിൽ അറിയപ്പെടുന്ന ലൈൻസുമാണ് ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആറാമത് ഹംഫ്രി എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അത് നമുക്ക് പഠിക്കാനില്ല. ഈ 5 എണ്ണമാണ് നമ്മുടെ NCERT ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്. നമ്മൾ അത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുന്നു. അപ്പം പ്രധാനപ്പെട്ട 5 പേര് ലൈമാൻ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്. ഇതിലെ പി സൈലന്റ് ആണ്. വായിക്കുന്ന ഫണ്ട് എന്നാണ് ഫൺ സീരീസ്. അപ്പൊ ഇത്രയും ഈ സയന്റിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്ത് ഇത്രയും സീരീസ് ഓഫ് ലൈൻസ് ആണ് നമുക്ക് ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു കാര്യം പ്രധാനപ്പെട്ട ഓർക്കണം, ഹൈഡ്രജനിൽ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോൺ ഉള്ള ഹൈഡ്രജൻ ആറ്റമാണ് ഇത്രയും സീരീസ് ഓഫ് ലൈൻസിനെ സ്പെക്ട്രത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ള ആറ്റങ്ങളുടെയൊക്കെ സ്പെക്ട്രം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരു ഇലക്ട്രോൺ ഉള്ള ആൾക്ക് ഇത്രയും സീരീസ് ഓഫ് ലൈൻസ് ആണ് വരുന്നത്. ശരി, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. ഒന്നുകൂടെ പറയാം. ലൈമാൻ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്. അപ്പൊ ഇത്രയും ഈ 5 സയന്റിസ്റ്റുകളാണ് ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ഏത് റീജിയനിൽ കാണുന്നു, അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഏത്, എക്സൈറ്റഡ് സ്റ്റേറ്റ് ഏത്, ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ നമുക്ക് ഈ 5 സീരീസ് ഓഫ് ലൈൻസിന്റെ ചാർട്ടിലേക്കാണ് പോകുന്നത്. ആദ്യമേ നമ്മൾ സീരീസ് മനസ്സിലാക്കുന്നു. പിന്നീട് നമ്മൾ അത് കാണുന്ന റീജിയൻ, ഏത് റീജിയൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലാണ് കാണപ്പെടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നു അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്, അത് കഴിഞ്ഞ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ആ സീരീസിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഞാൻ അതിനെ N1 എന്നങ്ങ് എടുക്കുന്നു. അടുത്തത് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അതിനെ ഞാൻ N2 എന്നെടുക്കുന്നു. നമുക്കറിയാം എനർജി കൂടിയ സ്റ്റേറ്റിനെയാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് ഇങ്ങനെ എടുക്കുന്നു. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ലൈമാൻ സീരീസ് എടുക്കാം. നമ്മൾ ലൈമാൻ സീരീസ് എടുക്കുമ്പം ഇത് കാണപ്പെടുന്ന ഈ ലൈമാൻ സീരീസിലെ വരകളുടെ അല്ലെങ്കിൽ ലൈൻസിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് അൾട്രാവയലറ്റ് റീജിയനിൽ തുല്യമായിട്ട് കണ്ടു. അപ്പൊ അത് കാണപ്പെടുന്ന റീജിയനാണ് അൾട്രാവയലറ്റ് റീജിയൻ. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ അൾട്രാവയലറ്റ് റീജിയനിലാണ് ഈ ലൈമാൻ സീരീസ് കാണപ്പെടുന്നത്. ലൈമാൻ സീരീസിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 1 എന്നെടുക്കുന്നു. അതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് 1 കഴിഞ്ഞാൽ ഇപ്പൊ താഴ്ന്ന് മുകളിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഡയഗ്രാം കുറച്ച് കഴിഞ്ഞ് മനസ്സിലാക്കാം. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ 1 എന്ന് എടുക്കുന്നു. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 1-നെക്കാട്ടി കൂടുതൽ മേളിരിക്കുന്ന 2 ആണ്. അപ്പൊ 2 മുതൽ 2, 3, 4 അങ്ങനെ പോയി ഇൻഫിനിറ്റി വരെ നമ്മൾ പോകുന്നു. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കണം, ഈ പറയുന്ന അൾട്രാവയലറ്റ് റീജിയനിലാണ് ലൈമാൻ സീരീസ് കാണപ്പെടുന്നത്. ലൈമാൻ സീരീസിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1-ന് മുകളിലുള്ള ഏത് സ്റ്റേറ്റും നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പൊ 2-ൽ നിന്ന് 1-ലേക്ക് എമിഷൻ സംഭവിക്കാം. 3-ാമത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് 1-ലേക്ക് എമിഷൻ സംഭവിക്കാം. 4-ാമത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് 1-ലേക്ക് എമിഷൻ സംഭവിക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചിത്രം നമുക്ക് വരയ്ക്കാം. അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നു. അതുപോലെ 2-ാമത്തെ സീരീസ് ആണ് ബാൽമർ സീരീസ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ വിസിബിൾ റീജിയൻ. അപ്പൊ നമ്മളുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വിസിബിൾ റീജിയനാണ് ബാൽമർ സീരീസ് കാണപ്പെടുന്നത്.
ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബാൽമർ സീരീസിലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. 2ലേക്കാണ് വന്നു ചേരുന്നത് അതിന് തൊട്ട് മുകളിലുള്ള സ്റ്റേറ്റിൽ നിന്ന്. അപ്പൊ ഇവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് 3 കൊടുക്കേണ്ടി വരും, 4, 5 അങ്ങനെ പോയി ഇൻഫിനിറ്റി വരെ. ഇതാണ് ബാൽമർ സീരീസിലെ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ കണക്കെന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തത് പാഷൻ. നമ്മുടെ പാഷൻ സീരീസ് ഇൻഫ്രാറെഡ് റീജിയനിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇൻഫ്രാറെഡ് റീജിയനിലാണ് നമുക്ക് പാഷൻ സീരീസ് ഒബ്സർവ് ചെയ്യുന്നത്. അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ഓരോന്ന് കൂട്ടിപ്പോയാൽ മതി, 3 ആണ്. അപ്പൊ 4 മുതൽ തുടങ്ങുന്നു, 4, 5, 6 അങ്ങനെ പോയി ഇൻഫിനിറ്റി വരെ. ഇതാണ് അതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ബ്രാക്കറ്റ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ദാറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ ഇൻഫ്രാറെഡ് റീജിയൻ. അപ്പൊ നമുക്ക് IR എന്ന് എഴുതാം. അതും ഇൻഫ്രാറെഡ് റീജിയനിൽ തന്നെ കാണപ്പെടുന്നു. അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റ് 5, 6, 7 അങ്ങനെ പോയി ഇൻഫിനിറ്റി വരെ. ഈ രീതിയിലാണ് വരുന്നത്. ഇനി അവസാനത്തെ നമുക്ക് NCERT ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത് ഫൺ സീരീസ് ആണ്. ഫൺ സീരീസ് ആണ്. അതും നമുക്ക് IR റീജിയൻ, ഇൻഫ്രാറെഡ് റീജിയനിലാണ് കാണപ്പെടുന്നത്. അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇവിടെ 6, 7, 8 ഈ രീതിയിൽ പോകും ഇൻഫിനിറ്റി വരെ. ഇത്രയുമാണ് നമുക്ക് ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിലെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പൊ സീരീസ് മനസ്സിലാക്കുക, റീജിയൻ മനസ്സിലാക്കുക, ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ്, സീരീസ്, ലൈമാൻ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്. അപ്പൊ റീജിയൻ അൾട്രാവയലറ്റ് റീജിയനിൽ കാണപ്പെടുന്ന ലൈമാൻ സീരീസ്, അതുപോലെ വിസിബിളിൽ കാണപ്പെടുന്നതാണ് ബാൽമർ സീരീസ്. ബാക്കിയുള്ള 3 സീരീസും പാഷനും ബ്രാക്കറ്റും ഫണ്ടും കാണപ്പെടുന്നത് ഇൻഫ്രാറെഡ് റീജിയൻ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് മനസ്സിലാക്കുക, അതുപോലെ എക്സൈറ്റഡ് സ്റ്റേറ്റ് മനസ്സിലാക്കുക. ഇത്രയുമാണ്. ഇത്രയും സീരീസ് ഓഫ് ലൈൻസിനെയാണ് നമ്മൾ ഹൈഡ്രജന്റെ ലൈൻ എമിഷൻ സ്പെക്ട്രത്തിൽ കാണപ്പെടുന്നത്. വളരെ നന്നായിട്ട് പഠിക്കുക. സയന്റിസ്റ്റുകളുടെ പേരും റീജിയനും ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഡയഗ്രാമറ്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ എങ്ങനെയാണ് ഈ സ്പെക്ട്രത്തിന്റെ ഒരു കണക്ക് അല്ലെങ്കിൽ ആ ഒരു ചിത്രം എങ്ങനെയാണ്, അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഹൈഡ്രജൻ ആറ്റത്തിലെ വിവിധങ്ങളായിട്ടുള്ള എനർജി ലെവലുകളെ പരിചയപ്പെടാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, ഞാൻ 1 മുതൽ 7 അല്ലെങ്കിൽ അങ്ങ് മേളിലോട്ട് ഇൻഫിനിറ്റി വരെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ n=1 ഏറ്റവും ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നു. അതിനെക്കാട്ടി മേളിലോട്ടുള്ളത് n=2, n=3, n=4 അങ്ങനെ പോയി n=ഇൻഫിനിറ്റി വരെ. മുകളിലോട്ട് എനർജി കൂടുകയാണ്. അപ്പൊ n=1 എനർജി കൂടുതലാണ് n=2. അപ്പൊ മുകളിലോട്ട് എനർജി കൂടുതലാണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് വിത്ത് റൈറ്റ് മനസ്സിലാക്കുന്നു. ഫ്രീക്വൻസിയുടെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് നമ്മൾ പറയുന്നത്. ഫ്രീക്വൻസിയുടെ ഇൻക്രീസിംഗ് ഓർഡർ അല്ലെങ്കിൽ വേവ് ലെങ്തിന്റെ ഡിക്രീസിംഗ് ഓർഡർ. അപ്പൊ നമുക്ക് എനർജി മുകളിലോട്ട് കൂടുന്നു. ഈ നമ്മളിപ്പം മനസ്സിലാക്കിയ 5 സ്പെക്ട്രം ലൈൻസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നോക്കാം. ആദ്യം നമ്മൾ ലൈമാൻ സീരീസ് ആണ് മനസ്സിലാക്കിയത്. നമ്മൾ ആ തൊട്ട് മുമ്പ് പറഞ്ഞ കോളത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ലൈമാൻ സീരീസിലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് 1 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1 ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് തുടങ്ങുന്നത് 2ൽ നിന്നാണ്. അപ്പൊ ലൈമാൻ സീരീസിലെ ആദ്യത്തെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 2ൽ നിന്ന് 1ലേക്കാണ് വരുന്നത്. എമിഷൻ ആണല്ലോ. അപ്പൊ 2ൽ നിന്ന് 1ലേക്ക്. പിന്നെ എങ്ങനെ വരാം? 3ൽ നിന്ന് 1ലേക്ക്. എപ്പോഴും 1ൽ വന്നാണ് നിൽക്കുന്നത്. കാരണം ഗ്രൗണ്ട് സ്റ്റേറ്റ് 1 ആണ് ലൈമാൻ സീരീസിന്റെ എഴുതി വെച്ചിട്ടുണ്ട്. 4ൽ നിന്ന് 1ലേക്ക്, അങ്ങനെ നമുക്ക് 5ൽ നിന്ന് 1ലേക്ക്, അങ്ങനെ മേളിലോട്ടുള്ള ഏത് ലെവലിൽ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് വരെ നമുക്ക് 1ലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഈ വരച്ചേക്കുന്ന ലൈൻസ് ആണ് ലൈമാൻ സീരീസ്. അത് നമുക്ക് അൾട്രാവയലറ്റ് റീജിയനിലാണ് കാണപ്പെടുന്നത്. UV റീജിയൻ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലാണ് ലൈമാൻ സീരീസ് കാണപ്പെടുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് ബാൽമർ സീരീസ് ആണ്. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ബാൽമർ സീരീസിലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് 2 ആണ്. അപ്പൊ എല്ലാം 2ലേക്കാണ് വരുന്നത്. അപ്പൊ 3ൽ നിന്ന് 2ലേക്ക് വരുന്നു. കാരണം നെക്സ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് 3 ആണ്. 4ൽ നിന്ന് 2ലേക്ക് വരുന്നു, 5ൽ നിന്ന് 2ലേക്ക് വരുന്നു, അങ്ങനെ എപ്പോഴും 2ലേക്കാണ് വരുന്നത്. കാരണം അത് ബാൽമർ സീരീസ് ആണ്. ഇതാണ് ബാൽമർ സീരീസ്. ഇതാണ് വിസിബിൾ റീജിയനിൽ കാണപ്പെടുന്ന സ്പെക്ട്രം അല്ലെങ്കിൽ സീരീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പാഷൻ സീരീസിലേക്ക് വരുന്നു. അപ്പൊ അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് 3 ആണെന്ന് അറിയാം. അപ്പൊ 4ൽ നിന്ന് 3ലേക്ക് വരുന്നു, 5ൽ നിന്ന് 3ലേക്ക് വരുന്നു, 6ൽ നിന്ന് 3ലേക്ക് വരുന്നു. ഈ ഒരു രീതിയിലാണ്. പാഷൻ സീരീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഇൻഫ്രാറെഡ് റീജിയൻ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. നമുക്കറിയാം ഇൻഫ്രാറെഡ് റീജിയനിലേക്കാണ്. അപ്പൊ ലൈമാൻ, ബാൽമർ, പാഷൻ. ഇനി ബ്രാക്കറ്റിലേക്ക് വന്നാൽ അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് 4 ആണ്. അപ്പൊ 5ൽ നിന്നും 6ൽ നിന്നും 7ൽ നിന്നും വരാം, ഇൻഫിനിറ്റിയിൽ നിന്ന് വരെ വരാം. അപ്പൊ അത് ഇൻഫ്രാറെഡ് റീജിയനിൽ കാണപ്പെടുന്നു. നമ്മുടെ ഫൺ സീരീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് n=5 ആണ്. അപ്പൊ ലൈമാൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്.
അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫൺ സീരീസ് ആണ് ഇതും കാണപ്പെടുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലാണ്. ഇതാണ് ഹൈഡ്രജന്റെ എൻറ്റയർ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പൊ ലൈമാൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. അപ്പൊ മോളിൽ നിന്ന് ഏത് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു? ലൈമാന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ n=1 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ലൈമാൻ സീരീസ്. അപ്പൊ ബാൽമറിന്റെ ഫസ്റ്റ് ലൈൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നു. ബാൽമറിന്റെ ഫസ്റ്റ് ലൈൻ n=3 മുതൽ n=2 വരുന്നു. അങ്ങനെയാണെങ്കിൽ പാഷന്റെ ഫസ്റ്റ് ലൈൻ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് n=4 നിന്ന് n=3 ബ്രാക്കറ്റിന്റെ ഫസ്റ്റ് ലൈൻ എങ്ങനെയാണ്? n=5 നിന്ന് n=4 ഈ രീതിയിലാണ് നമുക്ക് ഫസ്റ്റ് ലൈൻസ് പറയാൻ പറ്റുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഇപ്പൊ ലൈമാൻ സീരീസ് നമ്മൾ എടുത്താൽ ഇതിന്റെ ലാസ്റ്റ് ലൈൻ എവിടെയാണെന്ന് പറയുന്നത്. ലാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻഫിനിറ്റിയിലായിരിക്കും വരുന്നത്. ഇൻഫിനിറ്റിയിൽ നിന്ന് 1 വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് എഴുതിയിടാം. അതായത് ഓരോ സീരീസിന്റെ ലാസ്റ്റ് ലൈനും ഫസ്റ്റ് ലൈനും. ഇപ്പൊ നമ്മൾ ലൈമാൻ സീരീസ് എടുക്കും. ഇതാണ് നമ്മുടെ സ്പെക്ട്രം. ലൈമാൻ സീരീസിന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങോട്ടായിരിക്കും ലൈമാൻ സീരീസിന്റെ 2 നിന്ന് 1. അപ്പൊ n=2 നിന്ന് n=1. അപ്പൊ 2 to 1 ആയിരിക്കും. അതുപോലെ ലാസ്റ്റ് ലൈൻ എന്ന് നോക്കാം. അപ്പൊ ലൈമാൻ സീരീസിന്റെ ലാസ്റ്റ് ലൈൻ എന്തായാലും ഇൻഫിനിറ്റി 1 ആയിരിക്കുമല്ലോ. അപ്പൊ ഇൻഫിനിറ്റി സ്റ്റേറ്റ് n=∞ to 1 ആയിരിക്കും വരുന്നത്. അപ്പൊ ലൈമാൻ സീരീസിന്റെ ഫസ്റ്റ് ലൈൻ വരുന്നത് 2 നിന്ന് 1 ലാസ്റ്റ് ലൈൻ വരുന്നത് ഇൻഫിനിറ്റിയിൽ നിന്ന് 1. അപ്പൊ നമ്മൾ ഈ ലാസ്റ്റ് ലൈൻ അതുപോലെ തന്നെ നമുക്കിപ്പം ഈ ബാൽമർ സീരീസ് എടുത്താൽ അതിന്റെ ഫസ്റ്റ് ലൈൻ ഇവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും 3 നിന്ന് 2 ആയിരിക്കും ഫസ്റ്റ് ലൈൻ വരുന്നത്. ഇൻഫിനിറ്റിയിൽ നിന്ന് 2 ആയിരിക്കും ലാസ്റ്റ് ലൈൻ വരുന്നത്. അപ്പൊ നമ്മൾ ഈ ലാസ്റ്റ് ലൈന് മറ്റൊരു പേര് വിളിക്കും ലിമിറ്റിംഗ് ലൈൻ. ഏറ്റവും അവസാനത്തെ വരെ നമ്മൾ ലിമിറ്റിംഗ് ലൈൻ എന്ന് പറയാറുണ്ട്. അപ്പൊ മനസ്സിലാക്കാം. അപ്പൊ ഈ ലിമിറ്റിംഗ് ലൈൻ അപ്പൊ അങ്ങോട്ട് ഫ്രീക്വൻസി കൂടുകയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഫ്രീക്വൻസി കൂടുന്നു, വേവ് ലെങ്ത് കുറയും. അപ്പം ലിമിറ്റിംഗ് ലൈൻ എന്നും ലാസ്റ്റ് ലൈനെ നമ്മൾ പറയാറുണ്ട്. മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. അപ്പം എല്ലാ സീരീസിന്റെ ഫസ്റ്റ് ലൈനും ലാസ്റ്റ് ലൈനും നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് പറഞ്ഞു നോക്കാം. ഫണ്ട് എടുക്കാം. ഫണ്ട് സീരീസിലെ ഫസ്റ്റ് ലൈൻ ഇവിടെ നിന്ന് അങ്ങോട്ടാ 6 നിന്ന് 5 വരുന്നത് ഫസ്റ്റ് ലൈൻ. ലാസ്റ്റ് ലൈനോ ഇൻഫിനിറ്റിയിൽ നിന്ന് 5. അപ്പൊ ലാസ്റ്റ് ലൈനെ നമ്മൾ ഏത് സീരീസ് ആണെങ്കിലും അതിനെ ലിമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചങ്ങ് നിൽക്കുകയല്ലേ, അതുകൊണ്ടാണ് ലിമിറ്റിംഗ് ലൈൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമുക്ക് ഹൈഡ്രജന്റെ സ്പെക്ട്രത്തെ എക്സ്പ്രസ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നന്നായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്, നിങ്ങളുടെ എക്സാമിനേഷനും നിങ്ങളുടെ ബോർഡ് എക്സാമിനും എൻട്രൻസ് എക്സാമിനേഷനും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ്. അതായത് റിഡ്ബർഗ് എന്ന് പറഞ്ഞ മറ്റൊരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഓരോ ലൈൻസിന്റെയും വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കാം ആ ഇക്വേഷൻ. റിഡ്ബർഗ് ഏത് ഇക്വേഷനാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പൊ നമുക്കിവിടെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഓരോ ലൈൻസിന്റെയും വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് റിഡ്ബർഗ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്. നമുക്കറിയാം ന്യൂ ബാർ ആണ് വേവ് നമ്പറിന്റെ റെപ്രസെന്റേഷൻ. ന്യൂ ബാർ ഈക്വൽ ടു നമുക്കറിയാം അത് റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു RH into 1/n1² minus 1/n2². ഞാനിവിടെ യൂണിറ്റ് ആയിട്ട് സെന്റിമീറ്റർ ഇൻവേഴ്സ് കൊടുത്തു. ഈ RH എന്ന് പറഞ്ഞാൽ അതിനെയാണ് റിഡ്ബർഗ്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂ ഇപ്പൊ സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് ഇവിടെ കിടക്കുന്നത്. 109677 സെന്റിമീറ്റർ ഇൻവേഴ്സ് നമുക്ക് പറയാം. ഇതിനെ നമുക്ക് മീറ്റർ ഇൻവേഴ്സിലും പറയാം. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നു 109677. അപ്പൊ നമ്മൾ ഇതിനെ മീറ്റർ ഇൻവേഴ്സിലാക്കി കഴിഞ്ഞാൽ RH വാല്യൂ നമുക്ക് മീറ്റർ ഇൻവേഴ്സിൽ പറഞ്ഞാൽ 1.09677 into 10⁻⁷ മീറ്റർ ഇൻവേഴ്സ്. ഇങ്ങനെയും നമുക്ക് മീറ്റർ ഇൻവേഴ്സിലും നമുക്ക് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ RH പറയാൻ പറ്റും. RH വിളിക്കുന്നവരാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ്. ഈ ഇക്വേഷനെ, ഈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഇക്വേഷനെ വിളിക്കുന്നവരാണ് റിഡ്ബർഗ് ഇക്വേഷൻ. അപ്പൊ ഈ റിഡ്ബർഗ് ഇക്വേഷന്റെ പ്രാധാന്യം ഞാനൊന്ന് പറഞ്ഞുതരാം. റിഡ്ബർഗ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഏത് ലൈനിന്റെയും n1 n2 പറഞ്ഞാൽ മതി. n1 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്, n2 എന്ന് പറഞ്ഞാൽ ഏത് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പൊ n1 ഗ്രൗണ്ട് സ്റ്റേറ്റും n2 എക്സൈറ്റഡ് സ്റ്റേറ്റും ആണ്. ഈ രണ്ട് വാല്യൂ RH വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. അത് ഇട്ട് കൊടുത്തുകൊണ്ട് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഏത് വരകളുടെയും ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് ഏത് പാരാമീറ്റർ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ വേവ് നമ്പറിന്റെ ഇക്വേഷൻ
കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് വേവ് ലെങ്ത് കിട്ടുന്നു. അപ്പം ഇതാണ് റെഡ്ബർഗ് ഇക്വേഷൻ ഈസ് യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് വേവ് നമ്പർ ഓഫ് ഈച്ച് ആൻഡ് എവറി ലൈൻസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിലെ ഓരോ വരകളുടെയും വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ആണ് നമ്മുടെ ഈ റെഡ്ബർഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ലൈമാൻ സീരീസ് ഒന്ന് എടുത്താലേ, ലൈമാൻ സീരീസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് 1 ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഫസ്റ്റ് ലൈൻ എടുക്കാം. ഫസ്റ്റ് ലൈൻ ലൈമാൻ സീരീസിന്റെ ഫസ്റ്റ് ലൈൻ എടുക്കും. ലൈമാൻ സീരീസിന്റെ ഫസ്റ്റ് ലൈൻ എടുക്കുമ്പോൾ N1 എന്ന് പറയുന്നത് 1 ആണ്, N2 അതിന്റെ എക്സൈസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഫസ്റ്റ് ലൈൻ എടുക്കുന്നത്. അപ്പൊ 2 ൽ നിന്ന് 1 വരുന്നത്. അപ്പൊ N1ന്റെ സ്ഥാനത്ത് നമുക്ക് 1 കൊടുക്കാം, N2ന്റെ സ്ഥാനത്ത് നമുക്ക് 2 കൊടുക്കാം. അങ്ങനെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻ മുമ്പോട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ സെന്റിമീറ്റർ ഇൻവേഴ്സിലെയും മീറ്റർ ഇൻവേഴ്സിലെയും വാല്യൂ ഒക്കെ ഒന്ന് ഓർത്തോണം. അപ്പൊ 109677 എന്നുള്ളൊരു വാല്യൂ ആണ് സെന്റിമീറ്റർ ഇൻവേഴ്സിൽ. അത് 1.09677 into 10⁻⁷. 10⁻⁷ മീറ്റർ റേസ് ടു -1 എന്നാണ്. മീറ്റർ റേസ് ടു -1 10⁻⁷ എന്നാണ്. അപ്പൊ അത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് റെഡ്ബർഗ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇക്വേഷൻ ഈസ് യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് വേവ് നമ്പർ ഓർ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, അങ്ങനെയൊക്കെയുള്ള എല്ലാ പാരാമീറ്റേഴ്സിന്റെയും കാൽക്കുലേഷന് ഈ ഇക്വേഷനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ന്യൂ ബാർ ഈക്വൽ ടു 1/λ ഈക്വൽ ടു RH into 1/n1² - 1/n2² സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ.